ദൈവം നമുക്ക് എല്ലാവർക്കും സഹായിച്ച മഹാകൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ദിവസം ഈ കൊറോണയുടെ പ്രശ്നനിമിത്തമായി 144 തടവുത്തരവ് പ്രഖ്യാപിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ ആരും കൂടി ആരാധിക്കരുതെന്ന് നമ്മുടെ ഗവൺമെൻറ് നിയമിച്ചിരിക്കുന്നതിൻ്റെ ഫലമായി അവിടെ വീടുകൂടായി കൂടി ആരാധിക്കുന്നവരുണ്ട്. ഈ ആരാധനയുടെ അവകാശം അവർക്കും കിട്ടാൻ നാം എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഈ സമയത്ത് സങ്കീർത്തന പുസ്തകം 20-ാം അധ്യായം 11 വായിക്കാം. യഹോവ തക്ക സമയത്ത് നിനക്ക് ഉത്തരം നൽകുമാറാകട്ടെ, യാക്കോബിൻ്റെ ദൈവം നിനക്ക് സഹായമാകട്ടെ എന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം. പ്രയാസ കാലഘട്ടങ്ങളിൽ, അപകട കാലഘട്ടങ്ങളിൽ, കഷ്ടങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ ആ ദൈവജനം ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചാൽ ദൈവം അവരെ വിടിവിക്കുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ യാക്കോബിൻ്റെ ദൈവം എനിക്ക് സഹായം എന്നും വേദവചനം പഠിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ആ യാക്കോബ് ജയം പ്രാപിച്ച ഒരു മനുഷ്യൻ മാത്രമല്ല, ശ്രേഷ്ഠ അവകാശത്തിൻ്റെ ഒരു അവകാശിയും കൂടെ. ശ്രേഷ്ഠ അവകാശം ലഭിച്ചിരുന്ന അവർക്ക് ദൈവം അവിടെ സഹായമായിരിക്കുന്നു എന്ന് വേദവചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. മനുഷ്യരാ ജനിച്ചിരിക്കുന്ന ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും. ആ സവപ്രസംഗിയുടെ പുസ്തകം 9-ാമത്തെ വചനം 12 വായിക്കുമ്പോൾ വായിക്കാം. മനുഷ്യൻ തൻ്റെ കാലം അറിയുന്നില്ലല്ലോ, വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങൾ പോലെയും കെണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെയും മനുഷ്യൻ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്ടകാലത്തിൽ ആ കെണിയിൽ അവൻ കുടുങ്ങിപ്പോകുന്നത് വേദവചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതൊന്നും വരില്ലെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. നാം മനുഷ്യരാണ്, ജഡത്തിലിരിക്കുന്നവരാണ്. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നടന്നു പോകുന്ന ഒരു അപകടം വരില്ല എന്ന് പറയാനില്ല, പെട്ടെന്ന് ഒരു രോഗം വരില്ല എന്ന് പറയാനില്ല, പെട്ടെന്ന് ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ കഷ്ടം നഷ്ടം ദുഃഖം വരില്ല എന്ന് പറയാനില്ല. ഇങ്ങനെ ഉണ്ടാകുന്ന കാലത്തിൽ മനുഷ്യൻ പല പ്രയാസത്തിൽ അകപ്പെട്ടു പോകുന്നു. വരുമ്പോൾ നമുക്ക് കഷ്ടവും നഷ്ടവും ദുഃഖവും പ്രയാസവും ഉണ്ടാകും. ഈ കാലങ്ങളിൽ ശ്രേഷ്ഠാവകാശം പ്രാപിച്ച ദൈവമക്കൾക്ക് ദൈവം സഹായനായിരിക്കുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 18-1 വായിക്കാം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ദൈവമക്കൾ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം സഹായനായിരിക്കുന്നു എന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ഇത് ആർക്കെന്ന് വെച്ചാൽ അപ്പോൾ പ്രയാസം വരുമ്പോൾ വിളിക്കാനല്ല, ദൈവത്തെ നോക്കി വിളിക്കാനല്ല. കഷ്ടകാലങ്ങൾ വരുമ്പോൾ ദൈവത്തെ അപേക്ഷിക്കാനല്ല. ഈ കഷ്ടകാലം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി അവരെ വിടിവിക്കാനായിട്ട് നാം ഇപ്പോഴും ദൈവത്തോട് വസിക്കുന്നവരായി ദൈവത്തിൻ്റെ ഭാഗത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. മടുത്തു പോകാതെ ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുമ്പോഴും ആ ദൈവമക്കൾ മടുത്തു പോകാതെ, തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ദൈവത്തെ നോക്കി വിളിച്ചപേക്ഷിക്കുന്ന ശീലം ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. വെച്ചാൽ ഏനോക്ക് ദൈവത്തോട് സഞ്ചരിച്ച് ദൈവം അവരെ കാണാതെ എടുത്തെന്ന് എഴുതിയിരിക്കുന്നു. ആ ദൈവത്തോട് സഞ്ചരിക്കുന്ന ദൈവത്തോട് ഞാൻ അവരുടെ വസിക്കാനായിട്ട് ഞാൻ അവരെ മിസ്രൈം ദേശത്തിൽ കൊണ്ടുവന്ന യഹോവ ദൈവം ഞാനാകുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവം നമ്മളെ ലോകത്തിൽ വീണ്ടെടുത്തത് എന്തിനെന്ന് വെച്ചാൽ ആ ദൈവത്തോട് നാം വസിക്കാൻ, ദൈവത്തോട് സഞ്ചരിക്കാൻ, ദൈവത്തോട് ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചെടുത്തിരിക്കുന്നു. ആയതുകൊണ്ട് ദൈവമക്കളായിരിക്കുന്നവർ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ശീലം വേണമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ ദാവീദ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞു എന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നീതി ന്യായത്തിന് നിമിത്തം ദിനം 7 പ്രാവശ്യം ആ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് ദാവീദ് പറയുന്നു. ഇങ്ങനെ 7 പ്രാവശ്യം ദൈവമക്കൾ സ്തുതിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 3 പ്രാവശ്യങ്ങളും അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യങ്ങളും ദൈവത്തോട് വസിക്കുന്ന ഒരു ശീലം, ദൈവത്തോട് കാണുന്ന ഒരു ശീലം ഉണ്ടായിരിക്കണം. ഈ ശീലം ഇടവിട്ട് പോകാതെ നാം സൂക്ഷിക്കണം. വേദവചനം കൊലോസ്യർ 4:2 വായിക്കാം.
പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവിൻ. എനിക്ക് ബന്ധനകരമായ ക്രിസ്തു എന്ന നാമം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്കും വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടത് വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിനെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. ആ ദൈവത്തിന് സ്തോത്രം. ഇടപെടാതെ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ശീലം ഉണ്ടായിരിക്കണം. എന്നുവെച്ചാൽ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം, ദൈവത്തെ അന്വേഷിക്കാം. അങ്ങനെയല്ല. ആ ദൈവത്തോട് വസിക്കുന്ന ശീലം രാവിലെ വൈകുന്നേരം എഴുന്നേറ്റ് ദാവീദ് പറയുമ്പോൾ ആ ദൈവത്തിന് സ്തോത്രം, വെളുപ്പകാലത്ത് എഴുന്നേറ്റ് ആ ദൈവത്തിന് 10,000 സ്തുതി അർപ്പിക്കുമെന്ന് ദാവീദ് പറയും. ഇങ്ങനെ ദൈവമക്കളായി ദൈവത്തെ കണ്ടെത്താനുള്ള സമയം വെളുപ്പകാലത്ത് തന്നെ അന്വേഷിക്കുന്നവൻ കണ്ടെത്തുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തെ രാവിലെ വെളുപ്പകാലത്തോടെ എഴുന്നേറ്റ് രാവിലെ വൈകുന്നേരം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ശീലം ഉണ്ടായിരിക്കണം ദൈവജനങ്ങൾക്ക്. മാത്രമല്ല, വൈകുന്നേരം അന്ന് ദിവസം മുഴുവൻ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ പിറ്റാം ദിവസം ആ വൈകുന്നേരം ആകുമ്പോൾ ദൈവത്തിന് നന്ദി കരയേറ്റി ദൈവത്തിന് മഹത്വപ്പെടുന്ന ശീലവും ദൈവജനങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇങ്ങനെയുള്ള ശീലങ്ങൾ നമ്മൾക്ക് ഇരുന്ന് നാം ആ കഷ്ടകാലം നമുക്ക് വരുമ്പോൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും നമ്മളെ മഹത്വമായ സ്ഥാനത്ത് നിർത്തുമെന്ന് ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രാർത്ഥന കേൾക്കാനായിട്ട് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. സദൃശവാക്യം 15:29 വായിക്കാം. 15 ഇല്ലേ? ദൈവത്തിന് സ്തോത്രം. നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. നീതിമാൻ ആരെന്ന് വെച്ചാൽ ആ ദൈവത്തിന് സ്തോത്രം. നമുക്ക് തോന്നുന്നത് പോലെ നീതിയെ കൈക്കൊള്ളുന്നതിന് വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ധനവും മാനവും ഘനവും ഇരിക്കുന്നവർ നമ്മൾ ഉയർന്നവർ നല്ലവരെന്നൊക്കെ പറയുന്നു. പക്ഷെ വേദവചനം അത് സമ്മതിക്കുന്നില്ല. നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നീതിമാൻ ആരെന്ന് വെച്ചാൽ ആ സങ്കീർത്തനം 119 172 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവനെ നീതിമാൻ, ആ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ കൈക്കൊണ്ട് അപ്രകാരം നടക്കുന്നവനെ നീതിമാനെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആയതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്ന ശീലം ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം. വചനങ്ങൾ കേട്ട് നടക്കുന്നത് മാത്രമല്ല ദൈവമക്കളെ, ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അത് കൈക്കൊണ്ട് നടക്കുന്ന ശീലവും ദൈവമക്കളുടെ ജീവിതത്തിൽ വേണമെന്ന് എഴുതിയിരിക്കുന്നു. റോമർലേഖനം 2:13 വായിക്കാം. റോമർലേഖനം 2:13. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല, ദൈവസേനയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരെ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു പ്രസംഗം കേൾക്കുന്നത് കൊണ്ട് നാം നീതിമാനാകുകയില്ല, അല്ലെങ്കിൽ വേദപുസ്തകം വായിക്കുന്നതുകൊണ്ട് നാം നീതിമാനാകുകയില്ല. അത് പ്രമാണിച്ച് നടക്കുന്ന ശീലം ദൈവമക്കളുടെ ജീവിതത്തിൽ വേണമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. കൈക്കൊണ്ട് നടക്കുന്ന ശീലം. ഇവർ നീതിമാനായി ഇരിക്കുകയാണെങ്കിൽ, ആ കൽപ്പനകൾ അനുസരിച്ച് കൈക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അതിന് ഫലമെന്ന് വെച്ചാൽ ഒരു കഷ്ടകാലം ഉണ്ടാകുമ്പോൾ, ഒരു നഷ്ടം വരുമ്പോൾ ദൈവത്തെ നോക്കി വിളിച്ചാൽ തീർച്ചയായും ദൈവം നമുക്ക് ഉത്തരം നൽകും. ദൈവം നമ്മൾ കൈവിടുകയില്ല, നമ്മൾ അനേതയായി ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആയതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ആ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. വേദവചനങ്ങൾ ശ്രദ്ധയോട് കേൾക്കുന്ന ശീലം വേണമെന്ന് എഴുതിയിരിക്കുന്നു. സദൃശവാക്യം 28:9 വായിക്കാം. സദൃശവാക്യം 28:9. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ വേദപുസ്തകവും കേൾക്കാതെ ആ ചെവിയെ തിരിച്ചു കളയുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥനയെ ദൈവം കേൾക്കില്ല എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ വേദവചനം ശ്രദ്ധയോട് വായിച്ച് അത് മനസ്സിലാക്കി ദൈവം എന്ത് പറയുന്നു, ദൈവത്തിൻ്റെ ആശയം എന്താണ്, ദൈവം നമ്മത്തിൽ പ്രത്യാശിക്കാൻ നാം എന്ത് ചെയ്യണം എന്നുള്ള വിവരങ്ങളൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇതൊക്കെ ദൈവമക്കൾ കേട്ട് അത് അനുസരിച്ച് അത് കൈക്കൊണ്ട് നടക്കുന്ന ശീലം ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രയാസ കഷ്ടം, ഒരു ഘട്ടം, ഒരു കഷ്ടം, ഒരു നഷ്ടം
ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല. തീർച്ചയായിട്ടും ദൈവം കേൾക്കും. അതിൻ്റെ ഉദാഹരണം ഞങ്ങളൊക്കെയാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അപകടത്തിൽ നിന്ന് പിടിച്ച് അപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കുന്ന ഞാൻ മഹത്വപ്പെടുത്തുന്നു പറഞ്ഞ ദൈവം എത്രയോ പ്രയാസ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അഗ്നി പൊറി ആകാശത്തിൽ ഉയരുന്ന പോലെ മനുഷ്യൻ കഷ്ടത അനുഭവിക്കാൻ ജനിച്ചിരിക്കുന്നു, നൽകിയിരിക്കുന്നു. കഷ്ടങ്ങളും നഷ്ടം കഷ്ടത്തിൽ കൂടി പ്രവേശിക്കണം എന്ന് എഴുതിയിരിക്കുന്ന പോലെ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വരുമ്പോൾ ദൈവമേ എന്നെ മാറിയിരിക്കുന്നു പറഞ്ഞ് ആ കാര്യങ്ങൾ നാം ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നത് അടുത്ത സെക്കൻഡ് ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഒരു ഡോക്ടർ പോലും ചികിത്സിച്ചാൽ ആ ഇഞ്ചക്ഷൻ ഇട്ടാൽ ആ ഇഞ്ചക്ഷൻ മരുന്ന് ശരീരത്തിൽ ചെന്ന് പ്രവർത്തിച്ചാലേ സൗഖ്യം കിട്ടുള്ളൂ. പക്ഷേ ദൈവം തരുന്നത് സൗഖ്യമാണെങ്കിൽ അടുത്ത സെക്കൻഡ് എങ്ങനെ ലൈറ്റ് ഇട്ട് സ്വിച്ച് ഓഫ് ചെയ്യുന്നു അതേപോലെ അത്ര സ്പീഡിൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയും അവരുടെ കാര്യങ്ങൾ ദൈവം നിവർത്തിച്ചു കൊടുക്കുന്ന ശീലം ഉണ്ടാകുന്നു വേദവചനം പഠിപ്പിക്കുന്നു. നാം ദൈവത്തെ കൈക്കൊള്ളുന്ന രീതിയിലായിരിക്കുന്നു വേദവചനം പഠിപ്പിക്കുന്നു. വചനങ്ങൾ വായിച്ച് കൈക്കൊള്ളാതെ നാം ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. കണ്ണാടിയിൽ നമ്മുടെ സ്വരൂപം നോക്കി കടന്നു പോകുമ്പോൾ അതെങ്ങനെ മറന്നു പോകുന്നു അതേപോലെ ശീലക്കാരായിരിക്കുമെന്ന് വേദവചനം. യാക്കോബ് ലേഖനം 1:23-24 വായിക്കാം. ഒരുവൻ വചനം കേൾക്കുന്നുവെങ്കിലും അത് കൈക്കൊള്ളാത്തവനായിരുന്നാൽ കണ്ണാടിയിൽ നോക്കാൻ മുഖരൂപം നോക്കാൻ ആളോട് വെക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ടു ചെല്ലുമ്പോൾ താൻ ഇന്ന രൂപം ആകുന്നു എന്നവന് ഉടനെ മറന്നു പോകുന്നത് പോലെ ആയിരിക്കുന്നു. അപ്പോൾ വചനങ്ങൾ കൈക്കൊണ്ട് ജീവിക്കുന്ന ശീലം, അത് രുചിച്ച് മനസ്സിലാക്കുന്ന ശീലം ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് പാപികൾക്ക് ദൈവം ചെയ്തു കൊടുക്കില്ലെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 9:31 വായിക്കാം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് വേദവചനം പഠിപ്പിക്കുന്നു. നാം പാപത്തോട് ജീവിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന ഉറച്ചു നിലവിളിച്ചാലും നാം കൂകി നിലവിളിച്ചാലും ദൈവം പ്രാർത്ഥന കേൾക്കയില്ല എന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. പാപം എന്ന് പറയുമ്പോൾ ന്യായപ്രമാണം ലംഘിക്കുന്ന അത്രയും പാപമാണ്. ന്യായപ്രമാണം ദൈവം നമുക്ക് എഴുതി തന്നിരിക്കുന്നു, വേദപുസ്തകം എഴുതി തന്നിരിക്കുന്നു. നാം കൈക്കൊള്ളേണ്ട രീതിയും നാം കൈക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളെയും ഇതിൽ എഴുതിയിരിക്കുന്നു. ഇതൊക്കെയും ദൈവജനം അത് ശരിക്കും കൈക്കൊണ്ട് നടക്കുമ്പോൾ പാപത്തിൽ നമുക്ക് വിടുതൽ ലഭിക്കാം. അഥവാ ഒരു പിളർ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാലും ദൈവത്തിന് സ്തോത്രം അത് വിടുതൽ ലഭിക്കുന്ന വഴിമുറകളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് എങ്ങനെ പഴയ നിയമകാലത്ത് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ അർപ്പിച്ച് വേണം വിടുതൽ ലഭിക്കാൻ. പുതിയ നിയമകാലത്തിൽ അത് എങ്ങനെ വിടുതൽ ലഭിക്കണമെന്നുള്ള അതിന് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് അതിനേറ്റ ആളുകളെ ദൈവം സ്ഥാപിച്ച് നിയമിച്ചിരിക്കുന്നു വേദവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവചന പുസ്തകം 59:2 വായിക്കുമ്പോൾ നിങ്ങളുടെ പാവങ്ങൾ എത്രയും നിങ്ങൾക്കും ദൈവത്തിന് തമ്മിൽ ഭിന്നത ഉണ്ടാക്കുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രയാകുന്നു കേൾക്കാതെ കൊണ്ട് അവൻ്റെ മുഖത്ത് നിങ്ങൾക്ക് മറയ്ക്കുമാറാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ അകൃത്യത്തോട് നമ്മുടെ പാപത്തോട് ന്യായപ്രമാണങ്ങൾക്ക് വിരോധമായി ജീവിച്ച് നടക്കുന്ന കാര്യങ്ങളോട് നാം ജീവിക്കുന്നെങ്കിൽ നാം എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ജീവിക്കുന്നവരാണ് ദൈവത്തിന് സ്തോത്രം. അവിടെ എവിടെയുമാ ഓടി ദൈവം കൊള്ളാമോ, ഈ ദൈവം കൊള്ളാമോ, അതിനിങ്ങനെ കൊടുത്താൽ കൊള്ളാമോ, അതിനിങ്ങനെ ചെയ്താൽ കൊള്ളാമോ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ തേടി നടക്കുന്നത്. പക്ഷേ അവർക്കൊക്കെ അത് ലഭിക്കാൻ പറ്റില്ല. കാരണം പാവത്തിന് നിമിത്തം ദൈവത്തിൻ്റെ ചെവി കേൾക്കാൻ പറ്റുകയില്ല, ബലമുണ്ടാകുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഒരുതൻ പാപിയായി ജീവിക്കുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അവൻ എത്ര പ്രാർത്ഥിച്ചാൽ കൂവി നിലവിളിച്ച് പ്രാർത്ഥിച്ചാലും വെട്ടുകല്ലുകൊണ്ട് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് വഴി അടച്ചു കളയുമെന്ന് വേദവചനം പഠിപ്പിക്കുന്നു. ലാഭത്തിൻ്റെ പുസ്തകം 3:8-9-10 വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഒരു മനുഷ്യൻ പാപത്തോട് ജീവിക്കുമെങ്കിൽ പതിവിരിക്കുന്ന കരടിയെപ്പോലെയും മറഞ്ഞു നിൽക്കുന്ന സിംഹത്തെ പോലെയും അവനെ തിന്നുകളയാനായിട്ട് ദൈവം അവന് വിരോധമായി വന്ന് നിൽക്കുമെന്നും വേദവചനം പഠിപ്പിക്കുന്നു. വായിക്കാം. ലാഭം 3:8-9-10. മലയാളത്തിൽ ലാഭം 3:8-9-10.